ശ്രീ ജോസഫ് സി മാത്യു, ഇപ്പോൾ പ്രിമച്ചറാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെയല്ലല്ലോ. വോട്ടെണ്ണാൻ പോവുകയാണ്. വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം UDF സർക്കാർ വരുമെന്ന് പ്രവചിക്കുന്നു. സ്വാഭാവികമായും ഈ ഫലങ്ങൾ വരുന്നതിന് മുമ്പേ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരാകണം എന്നതിന്റെ നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പലവിധ ഓപ്ഷൻ പറയുന്നുണ്ടായിരുന്നു. പാർലമെന്ററി പാർട്ടിയിൽ KCക്കാണ് കൂടുതൽ പിന്തുണയെങ്കിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകും. പിന്നീട് ഒരു ബൈ ഇലക്ഷൻ നടക്കും. അതിലൂടെ വിജയിച്ച് മുഖ്യമന്ത്രി പദത്തിൽ തുടരും. അതല്ല, സ്വാഭാവിക ചോയ്സ് എന്ന നിലയിൽ VD സതീശൻ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവും. ഒന്നിലധികം പേരുകൾ വന്ന സാഹചര്യത്തിലും ഏറ്റവും മുതിർന്ന നേതാവ് എന്ന നിലയിലും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തും. ഇങ്ങനെ പലവിധ സാധ്യതയും സാഹചര്യവും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു നിലപാടൊന്നും വന്നില്ല എങ്കിൽ ലീഗിന്റെ പ്രതികരണത്തിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ഒന്നിലധികം പേരുകളിലേക്ക് ചർച്ചകൾ നിൽക്കുമ്പോൾ ലീഗിന്റെ പ്രതികരണത്തെ എങ്ങനെ വേണം കാണാൻ രാഷ്ട്രീയമായി? അതിന് പല മാനങ്ങളുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, സാധാരണ ലീഗ് എടുക്കുന്ന ഒരു പരസ്യ നിലപാടെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആരെ തീരുമാനിച്ചാലും അവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നൊരു നിലപാടാണ് എടുക്കുക. പക്ഷേ ഇപ്പോൾ ഇത് ഇങ്ങനെ പറയുന്നതിന്റെ ഒരു പശ്ചാത്തലം ഒരുപക്ഷെ ലീഗിലെ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളെ കർട്ടയിൽ ചെയ്യുക എന്നുള്ള തങ്ങളുടെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നേരത്തെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് VD സതീശനും തങ്ങളുമായിട്ട് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നാണ് ഞാൻ പല കാര്യങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത് മുൻകൂട്ടി ഇത് പറഞ്ഞത് എന്നാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം. പക്ഷെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ UDF ചെയർമാൻ എന്നുള്ള രീതിയിൽ ഈ UDFനെ നയിക്കുകയും അതിന് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ അതിന്റെ ഒരു ഓണസ് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്ത ഒരാള് എന്നുള്ള രീതിയിൽ VD സതീശന് കൂടുതൽ ജനസമ്മതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സർവേകളെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. പക്ഷേ കോൺഗ്രസ് പരിഗണിക്കുക അത് മാത്രമല്ല എന്ന് നമുക്കറിയാം. സമുദായ നേതാക്കളുടെ അഭിപ്രായം തൊട്ട് അത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ സണ്ണി M കത്തിക്കാടിന് സീറ്റ് കൊടുക്കാതിരുന്ന സാഹചര്യം സത്യത്തിൽ കേരളത്തിനൊട്ടും അഭികാമ്യമായ ഇടപെടലുകളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ പല ബാഹ്യമായിട്ടുള്ള ഘടകകക്ഷികൾ പോലും ഉണ്ട് UDFന് എന്ന് നമുക്കറിയാം. ഇപ്പോൾ LDFനും ഉണ്ട്, എന്നാൽ UDFൽ അത് വളരെ കൂടുതലാണ് എന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അത് തീരുമാനിക്കപ്പെടുന്നത് പല ഘടകങ്ങളിലൂടെ ആയിരിക്കും. അവിടെ ലീഗ് അവരുടെ അഭിപ്രായം പരസ്യമായി രേഖപ്പെടുത്തുക എന്നുള്ളത് ഒരു അങ്ങ് പറഞ്ഞ രണ്ട് പോയിന്റുകളിലേക്ക് ഒന്നുകൂടി എത്താൻ തോന്നുന്നു. അങ്ങ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റ്. ഒന്ന്, ലീഗിലെ വ്യത്യസ്തമായ സ്വരങ്ങൾ, അവിടെ കൃത്യമായ സന്ദേശം എന്താണ് ലീഗ് നേതൃത്വത്തിന്റെ നിലപാട് എന്നത് അറിയിക്കുന്നു. അതപ്പോൾ ബോധപൂർവം കൃത്യമായി ഇന്ന് ഈ ദിവസം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ലീഗ് അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. മാത്രമല്ല, മുഖ്യമന്ത്രി ആരാകണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്കും ഒരു അഭിപ്രായമുണ്ട് എന്നും കൂടി പറഞ്ഞു വയ്ക്കുകയാണ്. തീർച്ചയായിട്ടും അവർ 80 സീറ്റ് 85 സീറ്റ് എന്നുള്ള റേഞ്ചിൽ നിൽക്കുകയാണെങ്കിൽ ലീഗ് ഒരു തരത്തിൽ അതൊരു തൂക്കു മന്ത്രിസഭയാണെന്ന് പറയാം. കാരണം ഒന്നാം ദിവസം മുതൽ LDF ശ്രമിക്കുക എന്താണ്, ലീഗിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ലീഗിനെ LDFൽ എടുക്കുന്നതിന് തടസ്സമായി നിന്ന ഏക ഘടകം VS അച്യുതാനന്ദനായിരുന്നു. ആ അഭിപ്രായധാരയായിരുന്നു. അത് VSലൂടെയാണ് ശക്തമായി പ്രതിഫലിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ ശബ്ദത്തിന് അങ്ങനെ ഒരു വെയിറ്റേജ് അവിടെ ഇല്ലാത്തത് കൊണ്ട് ഒന്നാം ദിനം മുതൽ ലീഗിനെ LDFലേക്ക് എത്തിക്കാനുള്ള ശ്രമം ആരംഭിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ലീഗ് ആ രീതിയിൽ വളരെ ഒരു കവറ്റഡ് പൊസിഷനിലേക്ക് വരികയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ ഭരണത്തിൽ ഒരു സ്വാധീനം ഉണ്ടാകുക ഒക്കെ സ്വാഭാവികമാണ്. അതിനെ ഞാൻ അങ്ങനെ തെറ്റും പറയുന്നില്ല. ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അങ്ങേക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോൾ MV ഗോവിന്ദൻ മാഷ്, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളോട് സംസാരിക്കണം. ഒരു നിമിഷം ആ പ്രതികരണം.